ഗായ്സ്, ഞാൻ എന്തൊക്കെയോ ഒരു അയൺ ഫാമിൻ്റെ ഒരു ചെറിയൊരു പ്ലാന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്കൊരു ചെറിയൊരു പൊട്ടത്തരം പറ്റി. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനൊരു കോപ്പി വേൾഡ് ക്രിയേറ്റ് ചെയ്തു. ഈ അടന്ന് പോയിക്കോട്ടെ, ഒരൊറ്റ സെക്കൻഡ് വെയിറ്റ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൽ ഈ ഒരു കോപ്പി വേൾഡിൽ ഒരു വീടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്പോൺ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. ആ സ്ഥലത്ത് തന്നെ ആയിട്ട് ഞാൻ എന്താക്കി, അതായത് ഞാനൊരു വട്ടം ചത്തായിരുന്നു. അതായത് നമ്മുടെ വീട് മിസ്സായി പോയില്ലായിരുന്നു. എൻ്റെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ചത്തായിരുന്നു. ചത്ത ടൈമിൽ എൻ്റെ റീസ്പോൺ പോയിന്റ് പോയി. ഇപ്പോൾ അവിടെ ഡെർട്ട് വെച്ചത് ഞാൻ ശ്രദ്ധിക്കാതെ വേഗം ക്രിയേറ്റീവ് മോഡങ്ങ് ഓൺ ചെയ്തു പോയി. ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റീവ് നമുക്ക് മറ്റേ ഓപ്ഷൻ വരുന്നില്ല, കാരണം ഞാൻ ഇതിൽ ഓൾറെഡി ക്രിയേറ്റീവായി പോയി. കാരണം ചെയ്യേണ്ടത്, അതായത് ഇപ്പം ഞാൻ ഈ വേൾഡിൽ ക്രിയേറ്റീവ് മോഡിലാണ് നിൽക്കുന്നത്. അതായത് എൻ്റെ എല്ലാം പോയി ഗൈസ്. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടൊക്കെ ഇപ്പം ഞാൻ ക്രിയേറ്റീവിൽ ഉണ്ടാക്കിയതായിട്ടേ വരുന്നുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വേൾഡ് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് പ്ലാൻ. അതായത് ക്രിയേറ്റീവായ വേൾഡ് ഇനി ഞാൻ കളിക്കില്ല. അപ്പം ഞാൻ ഈ സർവൈവലിൽ ഇനി ഒന്നും കൂടെ ഞാനൊരു വേൾഡ് എടുക്കാൻ പോകുന്നത്. അതിൽ ഇതേ വീട് തന്നെ ഞാൻ പണിയും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതേ സീഡ് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. അതായത് നോക്കി വെക്കാം. ഇതേ സീഡ് അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല സീഡ് കിട്ടുമെങ്കിൽ ആ സീഡ് തന്നെ ഞാൻ തിരഞ്ഞെടുക്കും. അതിൽ ഞാൻ ഓരോ എപ്പിസോഡ് തുടങ്ങുമ്പോഴും ആ ഒരു എഴുതി കാണിക്കുന്നതിനെ അത് ഞാൻ എല്ലാ എപ്പിസോഡിലും ഞാൻ കാണിച്ചു തരും. അപ്പം ഞാൻ ഇതിൽ അറിയാതെ ഒന്ന് ക്രിയേറ്റീവ് ആയിപ്പോയി. ഞാനത് അടുത്ത എപ്പിസോഡിൽ, അതായത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇന്നൊരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ വേൾഡിലായിരിക്കും ഇനി വരുന്നതിൻ്റെ എല്ലാ എപ്പിസോഡ്സും. അപ്പം ഞാൻ അടുത്ത വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ക്രിയേറ്റീവായ ആ വേൾഡ് ഞാൻ കളഞ്ഞു. എനിക്ക് ആ വേൾഡ് വേണ്ട ഗൈസ്. അപ്പം ഞാനിങ്ങനെ വേൾഡ് കളഞ്ഞ്, എന്നിട്ട് ഞാൻ അതാ പുതിയൊരു വേൾഡ് അങ്ങ് എടുത്തു. ഇതിപ്പോൾ എന്തിനാ ഓഫ്ലൈനിൽ ഇട്ട് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കത് ഇതിൽ ആഡ് വരും ഗൈസ്. കാരണം ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഈ കമ്പനി മോജാങ്കിന് പൈസ കിട്ടുന്നത് ഈ ആഡിലൂടെയാണ്. ആഡിലൂടെ പൈസ കിട്ടും. അപ്പം ഞാൻ അത് ഓഫ്ലൈനിൽ കളിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഇതൊരു ഗുണമുള്ളൂ. അപ്പം സീഡ് ഇത് ഞാൻ ജെമിനീൻ്റെ അടുത്ത് ചോദിച്ചെടുത്ത സീഡാ. ഇതല്ലല്ലോ ഞാൻ അടിച്ച സീഡ്. ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇതല്ല കണ്ടെന്നാ ഒരൊറ്റ ഉണ്ട് കേസ്. ഞങ്ങൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ അടിച്ച സീഡല്ലേ വന്നത്. പക്ഷെ എന്നാലും അത് നല്ല സീഡാണ് എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനവിടെ സ്പോണായി അപ്പോൾ തന്നെ ഞാൻ ബാക്ക് ആവുകയാണ് ഇത്. ഞാൻ എന്തായാലും ലോഡായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, ഞാൻ അതാ ഇവിടെ സ്പോണായിട്ടുണ്ട്. ഇതേ ഇവിടാണ് എൻ്റെ സ്പോണിങ് ഏരിയ. ഇവിടെ നിന്ന് മാറിയിട്ട് ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തോട്ടെ. എന്തിനാന്ന് എൻ്റെ പഴയ ഒരു ക്രിയേറ്റീവ് വേൾഡ് കണ്ടറിയാം. പക്ഷെ ഞാനെന്നാലും അത് എങ്ങനെ ക്രിയേറ്റീവ് പോയി. ഇതാ അവിടെ വില്ലേജ്, ഇവിടെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ട് ഗൈസ്. ഗുഡ് ലക്ക്, നല്ല 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 കാര്യം. ഞാൻ ഇനിയിപ്പോൾ എവിടെയോ കുഴിയെടുത്തിട്ട് അതാ മറന്നുപോയി. എൻ്റെ പൊന്നെ, ഇത് ഞാൻ എവിടെയാ സ്പോണായത്? എവിടെയാ? ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു. അത് ഇവിടെ 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 ഇതിലിപ്പോൾ ഏത് കുഴിയിലാണ് ഞാൻ സ്പോണായേ? ഇവിടെയായിരുന്നു ഞാൻ സ്പോണായേ. കേസ് ഞാൻ ഇവിടെ ഒന്നുമല്ല കേസ് സ്പോണായേ. ഇനിയും ഞാൻ ചാവേണ്ട വരും. ഇതാണ് കേസ്, ഈ ബ്ലോക്കിലാണ് ഞാൻ സ്പോണായേ. കാരണം അതുകൊണ്ടാണ് ഇവിടെ വര ഹർട്ട് ആദ്യത്തെ ഡാമേജ് ഇതാ പോയിട്ടുണ്ട് ഐശ്വര്യമായിട്ട്. അപ്പം ഞാൻ ഇത്തവണ കൂടുതലും വില്ലേജേഴ്സിനെ ഊറ്റാതെ ജീവിക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പം എന്തായാലും അവിടെ ഒരു എന്തായാലും വന്നല്ലേ, പരമാവധി വില്ലേജേഴ്സിനെ ഊറ്റിയിട്ട് നമുക്ക് ഊറ്റാതെ ജീവിക്കാം. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഫുള്ള്, ഈ എപ്പിസോഡിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലും. ഇതോ നമുക്ക് ലാവ ഇവിടെ നിന്ന് ഒപ്പിക്കാം. പിന്നെ ഇത് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ അതൊരു സോഡുണ്ട്, കുറച്ച് അയണ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, കുറച്ച് ആപ്പിള്, ഒരു ബ്രെഡ്, ഒരു ബണ്ടില്. ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് എനിക്ക് ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അയ്യോ, സ്ക്രീൻ ചെറുതായിട്ടൊന്നും ലാഗായതാണ്. അപ്പോൾ ഞാൻ ഇന്നാൾ കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ ക്രിയേറ്റീവ് ആയത് തന്നെയാണോ അതെയോ ക്രിയേറ്റീവ് അല്ലാതായതാണോ? ഇതെന്താ? ഓ ഗായ്സ്, ഇവിടെ മെയിൻ ക്രോപ്സ് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ബീട്രൂട്ടാണേ. ഇത് ബീട്രൂട്ട്, ഇത് ക്യാരറ്റ് അല്ല, ഇത് പൊട്ടറ്റോയാ.
ഇത് പൊട്ടറ്റോ. അപ്പോൾ അപ്പുറത്ത് വേറെ ക്യാരറ്റും ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ മെയിൻ എല്ലാ ഫുഡും ഉണ്ട് ഇവിടെ. ഇത് പൊട്ടറ്റോ ബേക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ല ഫുഡ് ക്രോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാരറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പോലെ കുറേ വൈകിച്ചിട്ടൊന്നുമല്ല ബേസ് പണി നടത്തുന്നത്. ഇത് ക്യാരറ്റാന്ന് തോന്നുന്നു. ഇത് പൊട്ടറ്റോ. ഇവിടെ ക്യാരറ്റ് അവന്മാർ ക്യാരറ്റ് എടാ എൻ്റെ അമ്മേ ആകെ 2 കുണുണ്ട് പോടായിരുന്നു. ഗൈസ് ഇവിടെ ക്യാരറ്റ് ഇല്ല ഗൈസ്. പക്ഷേ ഞാനിവിടെ ക്യാരറ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ഇതുപോലത്തെ ഒരു സീറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അവരിൽ നിന്ന് ഊറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ബെഡ് സ്വന്തമായിട്ടാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ ഒരു സോഡില്ലേ. അപ്പം ഞാൻ ചെന്ന് ഏതെങ്കിലും ഷീപ്പിനെ കൊല്ലട്ടെ. എനിക്കിപ്പോൾ കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് ഫുഡ് നീ കൂട്ടിയിരിക്കല്ലേ, കൂട്ടി കിടന്നു. എന്നാലും നമ്മുടെ ക്യാരറ്റ് കുഴപ്പമില്ല. പൊട്ടറ്റോയും നല്ലൊരു സാധനം തന്നെയാണ്. ഇത് ഇവിടെയാണ് എൻ്റെ സ്പോണിങ് ഏരിയ. ഇവിടെ ഒരു ഫ്ലാറ്റായൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ ഷീപ്പൊന്നും സ്പോണായിട്ടില്ലല്ലോ. നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ഒരു ബേസ് പണിയാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറേ ലോങ്ങിലോട്ട് പോകുന്നില്ല. ഞാൻ പകുതിയും സ്കിപ്പ് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ഷീപ്പ് സ്പോണായി ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് ഈ ഇരിക്കണത് എന്താന്ന് കണ്ട ബെഡ് ഇത് ആ വീട്ടിൽ നിന്ന് അടിച്ചു വെച്ചതാണ്. ഞാൻ കുറേ നേരം നീ ഒരൊറ്റ ഷീപ്പ് മാത്രം സ്പോണില്ല. ആ ഷീപ്പിൻ്റെ സ്പോണായിപ്പോയി. ആ ബെസ്റ്റ് ഒരു ഷീപ്പ് പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊരു സ്റ്റാർട്ടഡ് ബേസിനെങ്കിലും ഒരു ഇത് വേണ്ടേ. അപ്പം ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ ഉടായ്പ പരിപാടിയൊന്നുമില്ല. ഞാൻ ക്രിയേറ്റീവ് അല്ല, ഞാൻ ആയതല്ല ഗൈസ്. അതെങ്ങനെ ക്രിയേറ്റീവ് ആയെന്ന് വെച്ചാൽ ഞാനത് എൻ്റെ ഒരു അയൺ ഫാമിൻ്റെ ഇത് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. എൻ്റെ ഇടയ്ക്ക് അറിയാതെ ക്രിയേറ്റീവ് ആയിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഇതിൽ ക്രിയേറ്റീവ് ആവാതെ കളിക്കാം ഗൈസ്. ഒരു ചീറ്റിങ്ങും ഇല്ല ഇതിൽ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണ്ടി വരും. കാരണം ഇത്തിരി ചെറിയ ബേസാണ്, അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലം. അപ്പം ഞാൻ അതാണ്ടേ ആ ഒരു ഫ്ലാറ്റ് ഏരിയയിലേക്കാണ് ഇത്. ഈ ഒരു ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം ഇതായിരിക്കും നമ്മുടെ ഫ്ലാറ്റ് ഏരിയ. അപ്പം അയ്യോ ഗൈസ് ചെറിയൊരു പ്രശ്നമാണ്. ഇവിടെ ഓക്കിലോകില്ല. മുഞ്ചിയോ അതാ അവിടെ അങ്ങ് ദൂരെയൊക്കെ ആയിട്ട് ഓക്കിലോക്കുള്ളത്. അപ്പം നമുക്ക് കുറച്ച് സാപ്ലിങ്ങിൻ്റെ ഒക്കെ ആവശ്യം വരും. അതാണ്ട് അങ്ങറ്റത്ത് ഒരെണ്ണം. അതാണ് അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മേ ഞാൻ കെണിയല്ലോ. പിന്നെ ഇതിൽ മൈൻക്രാഫ്റ്റിലാണെങ്കിൽ ഓവർ ചാടിക്കഴിഞ്ഞാൽ അവിടെ അങ്കർ പവർ കുറയും. തന്നെ ഇത്രയും ആയിട്ടുണ്ട് ചെറിയൊരു കുഴി. ഞാൻ എന്തായാലും കുറച്ച് സാപ്ലിങ് ഒപ്പിച്ച് എൻ്റെ ബേസിലെത്തി. എൻ്റെ ബേസിക് ടൂൾസ്, സ്റ്റോൺ ടൂൾസ്, സോഡിൻ്റെ ആവശ്യം എനിക്ക് തൽക്കാലം ഇപ്പം ഇല്ല. അയ്യോ ചെറുതായിരുന്നു, വെറുതെ തട്ടി. മലേൻ്റെ ടോപ്പിലേക്കൊക്കെ നമുക്ക് പോകണം ഒരു തവണ. ഞാൻ കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ എന്തോ ഒരു വ്യത്യാസം പോലെ കാണും. വേറൊന്നുമല്ല ഗൈസ്, ഞാനവിടെ എൻ്റെ ഡേയ്സും കോർഡിനേറ്റും ഓണാക്കി. അങ്ങനെ ഞാൻ തട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബേസിക് ടൂൾസ് ഞാൻ ഉണ്ടാക്കട്ടെ. എനിക്ക് സാപ്ലിങ് എടുക്കാനാണ് പോയത്, പക്ഷേ സാപ്ലിംഗ് ഒന്നും കിട്ടിയില്ല. എന്തായാലും ഇനി സ്റ്റോൺ ടൂൾസിലേക്ക് വേഗം ആവാം. ആദ്യം വേണ്ടത് എനിക്കൊരു ഷവലാണ്. സ്റ്റിക്ക് തീർന്നു, കുറച്ച് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തു. സോഡ് എനിക്ക് വേണ്ട. ഒരു ആക്സ് വേണോ? ആക്സ് 200, ഒരു പിക്ക് ആക്സും ഇത്രയും മതി. ഞാനത് ഈ ഒരു ബക്കറ്റ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു അയൺ മറ്റേ ആ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അയൺ കിട്ടിയായിരുന്നു. ആ ഒരു അയണ് ഇത് ഈ പന്നിക്ക് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ വേണേ കഴിച്ചോ, ഇത് മാത്രമേ ഉള്ളൂ. പന്നിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ വിശപ്പ് അത് മതി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ സ്പോണായി മാറി. ഇതിൻ്റെ പൊക്കത്ത് കയറുന്നല്ലേ ഇപ്പം എന്തെങ്കിലും കാണും. അത് അവിടെയാണ് സ്പോണായേ. ഇവിടെയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഉറങ്ങിയത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് എനിക്ക് എൻ്റെ ബേസിൻ്റെ പണി സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കാനും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ആയിട്ട് ഇവിടെ ഫ്ലാറ്റാക്കി എല്ലാം വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഐ ആം ബാക്ക്. ഞാൻ ഇവിടെ നിന്നതോടെ ഈ ഒരു വലിയ മല ഫുള്ള് ഇടിച്ച് നിരപ്പാക്കി. കാരണം അവിടെ ആയിട്ട് അല്ലറ ചില്ലറ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട്.
ആ ഗ്യാപ്പൊക്കെ എനിക്കിനി അടയ്ക്കണം. ഈ ഗ്യാപ്പ് അടയ്ക്കണമെങ്കിൽ എനിക്ക് കുറേ ഡെർട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഗെയിം തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് സ്റ്റോണൊന്നും അത്ര ഇല്ല. എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്ക് ആയുള്ളൂ. ഇത്രയും നേരം കഷ്ടപ്പെട്ട് അല്ല, ഒരു സ്റ്റാക്ക് 1.5 സ്റ്റാക്കായി. അല്ല, 2 സ്റ്റാക്ക് ആവാനായി. കുഴപ്പമില്ല. ഞാൻ ഇവിടെ കോർഡിനേറ്റ് ഇത് ഓണാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ കാണാതായിരുന്നു എൻ്റെ വീട്. ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലം ഒന്ന് ഏകദേശം ഒന്ന് ഫ്ലാറ്റാക്കി നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനങ്ങനെ ഈ ഏരിയ ഫ്ലാറ്റാക്കി. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത്, എനിക്ക് ആവശ്യമായ സാധനങ്ങളാണ് വേണ്ടത്. മെയിനായിട്ട് വേണ്ടത് കുറച്ചുള്ളൂ. നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാക്കി അതേ വീട് തന്നെ. പക്ഷേ ഇവിടെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് ഞാൻ കാണുന്നില്ല. സൗണ്ട് തന്നെ. ഞാൻ ആ ബ്രൂയിങ് സ്റ്റാൻഡിന് പകരം നമ്മുടെ ആ ഒരു എന്താ പേര് എനിക്കറിയാൻ പറ്റുക, ബ്ലാക്ക് സ്മിത്തിൻ്റെ വർക്കിംഗ് സ്റ്റേഷനാണ് ഞാൻ എടുക്കുന്നത്. അത് കാരണം ഇവിടെ ബ്രൂയിങ് സ്റ്റാൻഡ് ഇല്ല. അപ്പം എനിക്കിനി കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ സാധനങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് എടുക്കുക, കുറേ ദൂരേക്ക് പോകണം. അവിടെ എന്തൊക്കെയാണ് ഞാൻ കാണാൻ നിൽക്കണം. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നാലോ. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാനിങ്ങനെ എത്തിയപ്പോൾ ഇവിടെ ഒരു ബ്രിച്ച് ഫോറസ്റ്റ്. അത് ഇവിടെ ബ്രിച്ച് ഫോറസ്റ്റ്. ഇത് ബ്രിച്ച് ഫോറസ്റ്റ് അല്ല. പക്ഷെ അപ്പുറത്ത് ഗൈസ് ഡോഗ്. എനിക്കിങ്ങനെ ഈ ബ്രിച്ച് ഫോറസ്റ്റിൽ ഡോഗ് കുറേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ടൈം ചെയ്യാം എപ്പോഴെങ്കിലും. ഇപ്പം എന്തെങ്കിലും പോകണം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആക്സ് ക്രാഫ്റ്റ് ചെയ്യാതെയാണ് വന്നത്. ഞാൻ ആക്സ് ക്രാഫ്റ്റ് ചെയ്തോ എൻ്റെ ലക്ക്. ഞാൻ എന്തായാലും ഈ ഒരു ആക്സ് പൊട്ടുന്നിടം വരെ കുറച്ച് ഫുഡ് കളക്ട് ചെയ്യട്ടെ. ഗൈസ്, നമ്മുടെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. പിക്കാക്സ് പോട്ടെ, ആക്സ് മാറിപ്പോകുന്ന. ഓക്കെ, ആക്സ് അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്കും 23 എണ്ണം ഇത്ര കിട്ടിയുള്ളൂ. പക്ഷേ കുറേ നേരം കഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. എത്ര സാപ്ലിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 സാപ്ലിങ്. നല്ലൊരു കാര്യമാണ്. കാരണം അവിടെ എൻ്റെ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒറ്റ വുഡ് പോലും ഇല്ല. ഒറ്റൊരെണ്ണം പോലും ഇല്ല. അപ്പോൾ എനിക്ക് ആ ഒരു 8 എണ്ണത്തെ കൂട്ടി ഒരു 10, 100 എത്ര വേണേലാക്കാം. കാരണം ഒരു ഇതിൽ നിന്ന് തന്നെ 5 സാപ്ലിങ് വരെ കിട്ടും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല. ഇത് വലിയ കേവാണല്ലോ. അല്ലല്ല, അത് അപ്പുറ സൈഡിലോട്ട് എൻ്റെ ആവുന്നതാണ്. അത് ആ കേവ് എത്ര വരെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കേവിൻ്റെ ഓപ്പണിങ് ഇവിടെ എവിടെയായിട്ട്, അതായത് ഇതാണ്. ഇതെങ്ങോട്ടേക്ക് താഴേക്ക് വന്ന വലിയ കേവാണ്. ഞാൻ എന്തായാലും എൻ്റെ വീടെത്തിയിട്ട് കോബിൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്കും 28 കോബിൾ സ്റ്റോൺ എനിക്ക് കിട്ടി. ഒരു സ്റ്റാക്കും 23 ഓക്ക് ലോഗും. പിന്നെ എനിക്ക് വേണ്ടത് ഓക്ക് പ്ലാങ്കാണ്. അത് നമുക്കിതും കൊണ്ട് തന്നെ ഉണ്ടാക്കാം. അതാണ് ചിലപ്പോൾ കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ എന്തായാലും ഇനി വീടുണ്ടാക്കി എനിക്കിവിടെ വേറെ എന്തെങ്കിലും, അതായത് നമ്മൾ കഴിഞ്ഞ് ഇത് ചെയ്ത ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബോട്ട് ചട്ടിയോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങോട്ടേക്ക് നമുക്ക് വീടുണ്ടാക്കിയാലോ എന്നാണ്. അങ്ങനെ കുറച്ചും കൂടെ ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഷുഗർ കെയിൻ അത് കൊള്ളാലോ. നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്നാൽ. അപ്പോൾ ഞാനത് ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങിയിട്ട് പക്ഷേ കുറച്ച് നേരമായി. അപ്പം ഞാൻ നമുക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ വീടും ഞാൻ സെറ്റ് ചെയ്തു. ചെറിയൊരു പാത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തത്, ഇവട്ടം വരെ സെറ്റ് ചെയ്തു. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത പോലെ തന്നെ ബോട്ട് ചട്ടിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇതാ ഞാൻ ചെയ്തത് ഫുള്ള് സർവൈവലിലാണ്. കണ്ടോ, ഫുള്ള് സർവൈവലിലാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ ബാരൽ വെച്ചു. നമ്മൾ പിന്നെ കഴിഞ്ഞിത് ചെയ്യാത്തൊരു കാര്യം ചെയ്തു. ഇത് വെച്ചു, നമ്മുടെ ചെസ്റ്റിൻ്റെ അടിയിൽ കൂടെ വെച്ചു. ഇങ്ങനൊരു ഈ ഒരു ഷേപ്പിൽ ബാരലും ബെഡ്റൂം അവിടെ തന്നെയാണ്. പിന്നെ വേറെ എന്താ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു സാധനമേ ഉള്ളൂ, ക്യാമ്പ് ഫയർ വെച്ചില്ല, ഒരു സ്മോക്ക്. അതായിരുന്നു ഇനി വേണ്ടത്, പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇനി വരുന്ന എപ്പിസോഡിൽ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കോളോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം.
നേരെ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പ്ലോറിങ്ങിനോ മൈനിങ് ഏരിയയുടെ പണിക്കായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.